When there's no more hope. Good morning, dear children. All of you say good morning. Okay, very good. എല്ലാവരും നമ്മുടെ മുമ്പത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു തുടങ്ങിയോ? എല്ലാവരും അതൊന്ന് നോക്കണം കേട്ടോ. അതായത് നമ്പർ നെയിമും ബാക്കി നമ്മൾ ആദ്യം പഠിച്ചിട്ടില്ലേ ഇംഗ്ലീഷിലെ സൗണ്ട്സും അതെല്ലാം എല്ലാവരും എന്ത് വേണം ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കണം. മറന്നു പോയിട്ടുണ്ടോ? എല്ലാവരും ചെയ്യുന്നില്ലേ? ഓക്കേ, നമുക്കിന്ന് ഫസ്റ്റ് EVS സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ, all of you take your text book, page number 89. Okay, today we are going to learn festivals. നമ്മൾ എന്താണ് ഇന്ന് പഠിക്കുന്നത്? ഇന്ന് എന്താണ് EVS ൽ പഠിക്കുന്നത്? Festivals. എന്താണ് ഫെസ്റ്റിവൽസ്? എന്തായിരിക്കും ഫെസ്റ്റിവൽസ്? ഉത്സവം അല്ലേ? ഉത്സവങ്ങൾ. എന്താണ് ഫെസ്റ്റിവൽസ്? ഉത്സവങ്ങൾ. ഉത്സവങ്ങൾ നമ്മൾ ഒരുപാട് ഫെസ്റ്റിവൽസ് ആഘോഷിക്കാറുണ്ട് അല്ലേ? സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? ഒരു ഫെസ്റ്റിവൽ മാത്രമാണോ? നമ്മൾ ഒരുപാട് ഫെസ്റ്റിവൽസ് നമ്മൾ എന്താണ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ തന്നെ എന്തെല്ലാം ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? സെലിബ്രേറ്റ് ചെയ്യാറില്ലേ? ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിന്റെ ഒക്കെ വീട്ടിൽ പോകാറുണ്ട് സെലിബ്രേഷന് വേണ്ടിയിട്ട് അല്ലേ? എല്ലാവരും ചെയ്യാറില്ലേ? ഓക്കെ, നമ്മൾ അതുപോലെ എന്താണ് ഇന്ന് കുറച്ച് ഫെസ്റ്റിവൽസ് ആണ് പഠിക്കുന്നത് കേട്ടോ. ഓരോ ഫെസ്റ്റിവൽസ് എന്താണെന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ടീച്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. ഫെസ്റ്റിവൽസ് ആർ ഫൺ. ഫെസ്റ്റിവൽസ് ആർ ഫൺ അല്ലേ? ഉത്സവം എന്താണ്? രസകരമാണ് അല്ലേ? ഉത്സവം എന്താണ്? ഫെസ്റ്റിവൽസ് എന്താണ്? രസകരമാണ്. നമുക്കെല്ലാം ഇഷ്ടവുമാണ് ഫെസ്റ്റിവൽസ് ആഘോഷിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ? എല്ലാവർക്കും ഇഷ്ടമല്ലേ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യാൻ? ഓക്കെ, അതിനെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫെസ്റ്റിവൽസ് ആർ ഫൺ. വി സെലിബ്രേറ്റ് അവർ ഫെസ്റ്റിവൽസ് വിത്ത് ജോയ് ആൻഡ് യൂണിറ്റി. നമ്മൾ എങ്ങനെയാണ് ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാ? സന്തോഷത്തോടെയും ഐക്യത്തോടെയും ഒരുമിച്ചൊക്കെ ആഘോഷിക്കും അല്ലെ? നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ചേർന്ന് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട്. ഫെസ്റ്റിവൽസ് ഒക്കെ എങ്ങനെയല്ലേ? അതോ ദുഃഖത്തോടെ ഇരുന്നാണോ ഫെസ്റ്റിവൽസ് ആഘോഷിക്കുന്നത്? അല്ല, ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മൾ എങ്ങനെയാ ആഘോഷിക്കുന്നത്? നല്ല ഹാപ്പി ആയിട്ടും പിന്നെയോ എല്ലാരും ഒരുമിച്ചാണ് എന്താണ് ഫെസ്റ്റിവൽസ് ഒക്കെ നമ്മൾ ആഘോഷിക്കാറ്. അപ്പൊ എന്താണ് പറഞ്ഞത് ടീച്ചർ? ഫെസ്റ്റിവൽസ് ആർ ഫൺ. ഫെസ്റ്റിവൽസ് എന്താണ്? രസകരമാണ്. പിന്നെ വി സെലിബ്രേറ്റ് അവർ ഫെസ്റ്റിവൽസ് വിത്ത് ജോയ് ആൻഡ് യൂണിറ്റി. നമ്മൾ ഫെസ്റ്റിവൽസ് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സന്തോഷത്തോടെയും ഒരുമിച്ചുമാണ് അല്ലെ? യൂണിറ്റി, ഒരുമിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. We present gifts and share sweets during festivals. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം? ഫെസ്റ്റിവൽസിന് എന്ത് ചെയ്യും? ഗിഫ്റ്റ്സ് അല്ലെ? ഗിഫ്റ്റ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് സ്വീറ്റ്സ്, ഗിഫ്റ്റും സ്വീറ്റ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പരസ്പരം കൊടുക്കാറുണ്ട് അല്ലെ? നമ്മള് ഉത്സവത്തിന് എന്തൊക്കെ ചെയ്യും? അതായത് ഗിഫ്റ്റും പിന്നെയോ സ്വീറ്റ്സ്, മധുര പലഹാരങ്ങൾ അല്ലെ? മധുരം സ്വീറ്റ്സും എന്താണ് നമ്മൾ അങ്ങോട്ടും
ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യും. ഇപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യമാണ് ഫെസ്റ്റിവൽസിനെ കുറിച്ച് പറഞ്ഞത്. ഫെസ്റ്റിവൽസ് ആർ ഫൺ. Festivals are fun. We celebrate our festivals with joy and unity. We present gifts and share sweets during festivals. അല്ലേ, നമ്മള് ഫെസ്റ്റിവൽസ് എന്താണ് സന്തോഷത്തോടെയും പിന്നെ നമ്മൾ യൂണിറ്റി ആയിട്ട് ഒരുമിച്ചുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫെസ്റ്റിവൽസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫെസ്റ്റിവൽസിന് നമ്മൾ ഗിഫ്റ്റ്സും പിന്നെയോ സ്വീറ്റ്സും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെ ഫെസ്റ്റിവൽസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ദിവാലി. ഫസ്റ്റ് എന്താണ്? ദിവാലി. ദിവാലി ഇതാണ് ഫസ്റ്റ് ഫെസ്റ്റിവൽ. ഏതാണ്? ദിവാലി. ദിവാലി ഈസ് ദി ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ദിവാലി എന്താണ്? എന്താണ്? പ്രകാശത്തിന്റെ ഉത്സവമാണ്. ദിവാലി 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 ഈസ് ദി ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ് അതായത് പ്രകാശത്തിന്റെ ഉത്സവമാണ് എന്ത്? ദീപാവലി. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വിച്ച് ഫെസ്റ്റിവൽ ഈസ് നോൺ ആസ് ദി ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്? ഏത് ഫെസ്റ്റിവലിനെയാണ് നമ്മൾ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്ന് പറയുന്നത്? ഏത് ഫെസ്റ്റിവലിനെയാണ്? ദിവാലി. ഒന്നുകൂടെ പറയാം, വിച്ച് ഫെസ്റ്റിവൽ ഈസ് നോൺ ആസ് ദി ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്? ദിവാലി. ദിവാലി ഈസ് ദി ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. ദിവാലി നമ്മൾ എന്ത് പറയും? പ്രകാശത്തിന്റെ ഉത്സവം എന്ന്. പ്രകാശത്തിന്റെ ഉത്സവം എന്ന് എന്തിനാണ് പറയുന്നത്? ഏത് ഫെസ്റ്റിവലിനാണ് പറയുന്നത്? ദിവാലി. ഫസ്റ്റ് വൺ എന്താണ്? ദിവാലി. ഫസ്റ്റ് വൺ ദിവാലി. നെക്സ്റ്റ് സെക്കൻഡ് വൺ ഈദ്. E-I-D. ഈദ്. E-I-D. ഈദ്. നമ്മള് കേഴ്സിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ പഠിച്ചില്ലേ? അതുകൊണ്ടാണ് ടീച്ചർ ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സിന് കേഴ്സിനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാലോ ഏതാണെന്ന്. ഓക്കെ, ഈദ് മുബാറക്. ഈദ് മാർക്സ് ദി എൻഡ് ഓഫ് റമദാൻ. എന്താണ്? ഈദ് മാർക്സ് ദി എൻഡ് ഓഫ് റമദാൻ. ഈദ് റമദാന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു. ദ ഇസ്ലാമിക് ഹോളി മന്ത്സ് ഓഫ് ഫാസ്റ്റിംഗ്. ഇതെന്താണ്? ഇസ്ലാമിന്റെ നമ്മൾ കേട്ടിട്ടില്ലേ ഈദ്? ഇസ്ലാമിന്റെ ഫെസ്റ്റിവൽ ആണ് ഈദ്. നെക്സ്റ്റ് ക്രിസ്മസ്. നെക്സ്റ്റ് എന്താണ്? ക്രിസ്മസ്. ബർത്ത്ഡേ ആയിട്ടാണ് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ക്രിസ്മസ്. ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേ ആയിട്ടാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നിങ്ങളെല്ലാം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നവരല്ലേ? എന്തൊക്കെ ഒരുക്കങ്ങൾ നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് നടത്താറുണ്ട്? ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, പുൽക്കൂടൊക്കെ ഉണ്ടാക്കാറില്ലേ? പുൽക്കൂട്. പിന്നെന്താണ്, സ്റ്റാർ. ഇതെല്ലാം വീട്ടിലിടും അല്ലെ? പിന്നെന്താണ്, നമ്മള് ക്രിസ്മസിന് ഗിഫ്റ്റ് അല്ലെ, ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. പിന്നെ നിങ്ങൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലെ? ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തിട്ട് എന്താണ്, നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കും അല്ലെ? ക്രിസ്മസിന്
ബർത്ത്ഡേ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസിന് ആര് നമ്മുടെ ഹൗസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ വരും? ആരാണ് വിസിറ്റ് ചെയ്യാൻ വരുന്നത്? സാന്ത അല്ലേ? സാന്ത നമ്മുടെ ഹൗസ് വിസിറ്റ് ചെയ്യാൻ വരാറില്ലേ? ഓക്കെ, അങ്ങനെ ക്രിസ്മസ് നമ്മൾ എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്തായിട്ടാണ്? ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേ ആയിട്ടാണ് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ എന്ത് സെലിബ്രേറ്റ് ചെയ്യും? ക്രിസ്മസ്. അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു ഫെസ്റ്റിവൽസ്? ദിവാലി, ഈദ്, ക്രിസ്മസ്. സെലൗലി, ദിവാലി, ഈദ്, ക്രിസ്മസ്. സെലൗലി, ദിവാലി, ഈദ്, ക്രിസ്മസ്. Diwali is the festival of lights. Diwali is the festival of lights. Diwali എന്താണ്? പ്രകാശത്തിന്റെ ഉത്സവമാണ്. പിന്നെ ഈദ് മാർക്സ് ദി എൻഡ് ഓഫ് റമദാൻ. അതായത് ഈദ് റമദാന്റെ അവസാനത്തെ അടയാളപ്പെടുത്തുന്നു. പിന്നെ അത് തന്നെ എന്താണ്? ക്രിസ്മസ് എന്താണ്? ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫെസ്റ്റിവൽ ഹോളി. നെക്സ്റ്റ് ഫെസ്റ്റിവൽ എന്താണ്? ഹോളി. Next festival, Holi. Holi is the festival of colors. നമ്മള് Diwali is the festival of lights. അതായത് പ്രകാശത്തിന്റെ ഉത്സവം ദിവാലി. അതുപോലെ തന്നെ എന്താണ്? Holi is the festival of colors. Holi is the festival of colors. അതായത് കളേഴ്സിന്റെ ഉത്സവമാണ് എന്താണ്? ഹോളി. കളേഴ്സിന്റെ ഉത്സവം എന്താണ്? ഹോളി. കളേഴ്സ്. ദി ഹോളി ഈസ് ദി ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. കളേഴ്സിന്റെ ഉത്സവമാണ് ഹോളി. നമ്മൾ കണ്ടിട്ടില്ലേ? പലതരം കളറുകൾ ദേഹത്തൊക്കെ വാരിത്തേക്കാറൊന്നും കണ്ടിട്ടില്ലേ? നിങ്ങൾ മൂവിയിലോ കാണാറുണ്ടല്ലോ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മളതിനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല അല്ലേ? നമ്മളതിനെ സെലിബ്രേറ്റ് ചെയ്യാറില്ലല്ലോ. ഓക്കെ, അതെങ്ങനെയാണ്? പരസ്പരം പലതരം കളറൊക്കെ തേച്ചിട്ടാണ് നിൽക്കുന്നത്. ഹോളി അതാണ് കളേഴ്സിന്റെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഹോളിയെ കളേഴ്സിന്റെ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഹോളി ഈസ് ദി ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. ഇനി അതേ ക്വസ്റ്റ്യൻ ചോദിക്കാലോ. വിച്ച് ഫെസ്റ്റിവൽ ഈസ് നോൺ ആസ് ദി ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്? ഏത് ഫെസ്റ്റിവലിനെയാണ് ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത്? എന്തിനെയാണ്? ഹോളി. Which festival is known as the festival of colors? ഹോളി. അപ്പൊ നമ്മൾ എത്ര ഫെസ്റ്റിവൽ ആയി? ഇപ്പം 4 ഫെസ്റ്റിവൽ. എത്രയായി? 4 ഫെസ്റ്റിവൽ. ഏതൊക്കെയാണ്? ടീച്ചറോട് പറഞ്ഞേ. ദിവാലി, ഈദ്, ക്രിസ്മസ്, ഹോളി. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലോട്ട് നോക്കിക്കോ. ദിവാലി, ഈദ്, Christmas, Holi. Selavli, Diwali, Eid, Christmas, Holi. Diwali, Eid, Christmas, Holi. ഇനി ഒന്ന് പറഞ്ഞേ. 4 ഫെസ്റ്റിവൽ ഒന്ന് പറഞ്ഞേ. ടീച്ചർ കേൾക്കട്ടെ. 4 ഫെസ്റ്റിവൽ ഒന്ന് പറഞ്ഞേ. യെസ്. Okay, Diwali, Eid, Christmas, Holi. Okay, take next page, page number 90. Festival of fun. Festival of fun. Okay, എന്താണ്? ഫെസ്റ്റിവൽ ആർ ഫൺ. അതിൽ നമുക്കൊരു എത്ര ഫെസ്റ്റിവൽ ആണുള്ളത്? 1, 2, 3, 4, 5. ഒരു 5 ഫെസ്റ്റിവൽ ഉണ്ട്. ഫെസ്റ്റിവൽ ഓഫ് ഫൺസിൽ ഒരു 5 ഫെസ്റ്റിവൽ ഉണ്ട്. നമുക്ക് എന്തായാലും അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഇപ്പൊ എന്താണ് ഒരുമിച്ച് ഇത്രയും ഫെസ്റ്റിവലുകൾ നോക്കണ്ട. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ
എന്തൊക്കെയാ? ദിവാലി, ഈദ്, ക്രിസ്മസ്, ഹോളി. ദിവാലി, ഈദ്, ക്രിസ്മസ്, ഹോളി. ദിവാലി, ഈദ്, ക്രിസ്മസ്, ഹോളി. ഈ 4 ഫെസ്റ്റിവലും നല്ലതുപോലെ പഠിച്ചു വെക്കണം കേട്ടോ. അതെന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ ദിവാലി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം? ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ഹോളി ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ്. പിന്നെ ക്രിസ്മസ് എന്താണ്? ജീസസ് ക്രൈസ്റ്റ് ബർത്ത്ഡേ. പിന്നെ അതിനൊക്കെ തന്നെ ഈദ്. ഈദ് എന്താണെന്ന്? ഈദ് ഇസ്ലാമിക് റമദാന്റെ എൻഡ്. ഓക്കെ, അതിൽ ആ 4 ഫെസ്റ്റിവലും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അതേണൊക്കെയാണ് നമ്മൾ സീസൺസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? our seasons 5 main seasons പഠിച്ചായിരുന്നല്ലോ. ഏതൊക്കെയായിരുന്നു 5 main seasons? winter, summer, spring, monsoon, autumn season. ഏതൊക്കെയാണ്? winter, summer, spring, monsoon, autumn season. അതൊന്ന് ടീച്ചർ പറഞ്ഞു. വിന്റർ എന്താണ്? വിന്റർ ഈസ് കോൾഡ് സീസൺ ആണ് അല്ലേ? വിന്റർ ഈസ് എന്താണ്? കോൾഡ് സീസൺ ആണ്. പിന്നെ നമ്മള് അതിൽ എന്തൊരു ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്? വുളൻ ക്ലോത്ത്സ്. വുളൻ ക്ലോത്ത്സ് നമ്മള് വിന്റർ സീസണിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് നമുക്ക് സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്ലവേഴ്സിന്റെ സീസൺ ആണ്. സ്പ്രിംഗ് സീസൺ എന്താണ്? ഫ്ലവേഴ്സിന്റെ സീസൺ ആണ്. ആ ടൈമിൽ എന്താണ്? ധാരാളം ഫ്ലവേഴ്സുകൾ കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് സമ്മർ സീസൺ. സമ്മർ സീസൺ എന്താണ്? സമ്മർ സീസൺ നല്ല ചൂടുള്ള സീസൺ ആണ്. ഈ സീസണിൽ നമ്മൾ എന്താണ്? ധാരാളം വാട്ടർ അല്ലെ, വെള്ളം കുടിക്കണം. പിന്നെയോ കോട്ടൺ ക്ലോത്ത്സ്, കോട്ടൺ പോലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറ്. പിന്നെ മൺസൂൺ സീസൺ. മൺസൂൺ സീസൺ എന്താണ്? റെയിനി സീസൺ ആണ് അല്ലെ? മൺസൂൺ സീസൺ എന്താണ്? റെയിനി സീസൺ ആണ്. ഈ ടൈമിൽ നമ്മൾ എന്താണ്? അംബ്രല്ല പിന്നെ റെയിൻകോട്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഓട്ടം സീസൺ. ഓട്ടം സീസൺ എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുവായിട്ട് നമുക്ക് ചൂട്, അതായത് കോൾഡും ഹോട്ടും ആണെന്ന് പറയാൻ പറ്റില്ല. കോൾഡ് ആണെന്നും ഹോട്ട് ആണെന്നും പറയാൻ പറ്റില്ല. പിന്നെയോ രണ്ടും കൂടെ ചേർന്നൊരു സീസൺ ആയിരിക്കും. ഈ ടൈമിലാണ് നമ്മുടെ ട്രീസിലേക്ക് ഇലയൊക്കെ കൊഴിഞ്ഞു പോകാറ്. പിന്നെ അതുപോലെ തന്നെ മന്ത് ഓഫ് ദി ഇയർ പഠിച്ചു. മന്ത്സ് ഓഫ് ദി ഇയർ ടീച്ചർ റിവ്യൂ ചെയ്ത സമയത്ത് എല്ലാവരും കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. മന്ത്സ് ഓഫ് ദി ഇയർ എന്തൊക്കെയാ? നമുക്ക് 12 മന്ത്സ് ആണ് ഉള്ളത് അല്ലേ? 1 ഇയറിൽ നമുക്ക് എത്ര മന്ത്സ് ആണ്? 12 മന്ത്സ്. 1 ഇയറിൽ നമുക്ക് 12 മന്ത്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നമുക്ക് എത്ര മന്ത്സ് ആണുള്ളത്? 12 മന്ത്സ്. വൺസ് മോർ, ജനുവരി. Say loudly. Say after me. January, February, March, April, May, June, July, August, September, October, November, December. പിന്നെന്താണ്? നമ്മളത് റൈം പഠിച്ചിരുന്നു അല്ലേ? ബിറ്റ്സ് ഓഫ് പേപ്പർ. എന്താണ്? ബിറ്റ്സ് ഓഫ് പേപ്പർ. നമുക്കത് പാടി നോക്കിയാലോ? അത് ബിറ്റ്സ് ഓഫ് പേപ്പർ, ബിറ്റ്സ് ഓഫ് പേപ്പർ, lying on the floor, lying on the floor, makes the place tidy, makes the place tidy. Pick them up, pick them up. ഒന്നുകൂടെ നോക്കാം. Bits of paper, bits of paper, lying on the floor, lying on the floor, makes the place tidy, make the place tidy. Pick them up, pick them up. Okay? Previously
നമ്മൾ പഠിച്ച 4 ഫെസ്റ്റിവൽ നല്ലോണം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് നോക്കാമേ. എല്ലാവരും പേജ് നമ്പർ 32. Page number 32. A new topic, word pairs. എന്താണ് word pairs? Word pairs. Spelling നോക്കിക്കേ. WORD word pairs. 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 Word pairs. എന്താണ് word pairs? Pairs means ജോഡി. അപ്പൊ നോക്കിക്കേ, the ജോഡി എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ? The things which are always together are known as pairs. അല്ലേ? എന്താണ്? രണ്ട് വസ്തുക്കളുള്ള അല്ലേ? രണ്ട് വസ്തുക്കളുള്ളതിനെ നമ്മൾ എന്ത് പറയും? പെയർസ് എന്ന് പറയാറുണ്ട്. ഓരോ ജോഡി ഓരോന്നിനും അതിന്റെ എന്താണ് കോമ്പിനേഷൻ ആയിട്ട് വേറൊരെണ്ണം കാണും. ഇപ്പൊ നോക്കിക്കേ, നമുക്ക് എക്സാമ്പിൾസ് നോക്കിക്കേ. ബെഞ്ച് ആൻഡ് ഡെസ്ക്. ഡെസ്കിന്റെ പേരാണ് എന്ത്? ബെഞ്ച്. ഡെസ്കിന്റെ പേരാണ് എന്താണ്? ബെഞ്ച്. ബെഞ്ച് ആൻഡ് ഡെസ്ക്. ആ പിക്ചർ നോക്കിക്കേ. ബെഞ്ച് ആൻഡ് ഡെസ്ക്. ബെഞ്ച് ആൻഡ് ഡെസ്ക് അല്ലേ? ബെഞ്ചിന്റെ പേര് ഏതാണ്? ഡെസ്ക്. നെക്സ്റ്റ് ഷൂസ് ആൻഡ് സോക്സ്. ഷൂസിന്റെ പേര് ഏതാണ്? ഷോക്സ്. ഷൂസ് ആൻഡ് ഷോക്സ്. ഷൂസ് and socks. Next, bread and butter. Bread and butter. Next, lock and key. Lock and key. ഒന്നുകൂടെ ഫസ്റ്റ് നമുക്ക് pairs. Pairs ടീച്ചർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു തിങ്സിന്റെ ജോഡിയായിട്ടുള്ളത്, അതിന്റെ പേരായിട്ട് വരുന്നത്. ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? ഇപ്പൊ ടീച്ചർ എക്സാമ്പിൾ നോക്കിക്കേ. ബെഞ്ച് ആൻഡ് ഡെസ്ക് അല്ലെ? ബെഞ്ചിന്റെ കൂടെ എന്ത് കാണും എപ്പോഴും? ഡെസ്ക്. ബെഞ്ച് ഡെസ്ക്. അതെടുക്കേണ്ട നമ്മൾ ഷൂ. ഷൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ എന്തും കൂടെ യൂസ് ചെയ്യും? ഷോക്സ് അല്ലെ? ഷൂ സോക്സ്. ഷൂവിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സോക്സ്. Next, bread and butter. Bread and butter. Bread, butter. Next, lock and key. Keyയും ലോക്കും അല്ലേ? ആ കീ മാത്രമാണോ ഉള്ളത്? അതിനോട് ലോക്കും കൂടെ വേണ്ടേ? എന്തെങ്കിലും നമുക്ക് പ്രയോജനമുള്ളൂ അല്ലേ? കീ ആൻഡ് ലോക്ക്. നെക്സ്റ്റ് mother and child. Mother and child. Mother and child. Next, bat and ball. ബാറ്റിന്റെ കൂടെ ബോളും കൂടെ വേണ്ടേ? അതോ ബാറ്റ് മാത്രം ഉണ്ടെങ്കിൽ കളിക്കാൻ പറ്റുമോ? ഇല്ല. ബാറ്റിന്റെ പേരായിട്ട് എന്ത് വേണം? ബോൾ വേണം അല്ലേ? ബാറ്റിന്റെ പേരായിട്ട് എന്ത് വേണം? ബോൾ. അപ്പൊ നോക്കിയേ, ആ പേജ് ഒന്ന് നോക്കിക്കേ. Bench and desk. Shoes and socks. Say loudly. Bench and desk. Shoes and socks. Bread and butter. Lock and key. Bread and butter. Lock and key. Mother and child. Mother and child.
mother and child, bat and ball, bat and ball, bench and desk, say loudly, bench and desk, shoes and socks, bread and butter, lock and key, mother and child, bat and ball. Okay. ഇനി അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന കുറച്ച് പേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് പേജിൽ നോക്കിക്കേ, പേജ് നമ്പർ 33. ടേബിൾ ആൻഡ് ചെയർ, ടേബിൾ ആൻഡ് ചെയർ, പെൻസിൽ ആൻഡ് ഇറേസർ. അല്ലേ, പെൻസിലിന്റെ കൂടെ എപ്പോഴും എന്ത് കാണും? ഇറേസർ കാണും. നിങ്ങളെ കാണോ? നിങ്ങളുടെ പെൻസിലിനോട് എപ്പോഴും ഇറേസർ കാണോ? കാണോ? എല്ലാവരുടെയും കാണോ? ഓക്കെ. പെൻസിൽ ആൻഡ് ഇറേസർ. നെക്സ്റ്റ് ബെഡ് ആൻഡ് പില്ലോ, ബെഡ് ആൻഡ് പില്ലോ. നെക്സ്റ്റ് ഡോർ ആൻഡ് വിൻഡോ, ജനലും കതകും. അല്ലെ, വാതിലും. ഡോർ ആൻഡ് വിൻഡോ, ഡോർ ആൻഡ് വിൻഡോ. നെക്സ്റ്റ് സൺ ആൻഡ് മൂൺ, സൺ മൂൺ, സൂര്യനും ചന്ദ്രനും, സൺ മൂൺ. നെക്സ്റ്റ് ഡേ ആൻഡ് നൈറ്റ്, ഡേ ആൻഡ് നൈറ്റ്, ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം നമുക്ക്. ടേബിൾ ആൻഡ് ചെയർ, പെൻസിൽ ആൻഡ് ഇറേസർ. അതായത് വേർഡ് പേഴ്സ് എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുക്കൾക്കും അതിന്റെ പേഴ്സ് ആയിട്ട് ഒരു ജോഡിയും കൂടെ കാണും. അല്ലെ, പേഴ്സ് ആയിട്ട് ഒരു വസ്തുക്കളും കൂടെ കാണും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ ടീച്ചർ എന്തൊക്കെയാണ്? ബെഞ്ച് ആണെങ്കിൽ അതിന്റെ കൂടെ എന്ത് കാണും? ഡെസ്ക് കാണും. ഷൂസ് ആണെങ്കിൽ സോക്സ്, ബ്രെഡ്, ബട്ടർ, ലോക്ക്, കീ, മദർ, ചൈൽഡ്, ബാറ്റ്, ബോൾ, ടേബിൾ, ചെയർ, പെൻസിൽ, ഇറേസർ, ബെഡ്, പില്ലോ, ഡോർ, വിൻഡോ, സൺ, മൂൺ. ഡോർ, വിൻഡോ, സൺ, മൂൺ. Next page, page number 34. Page number 34. Page number 34 എടുത്തോ? ഓക്കെ, എല്ലാവരും പെൻസിൽ എടുത്ത് കൈ വെച്ചോ കേട്ടോ. എല്ലാവരും പെൻസിൽ എടുത്തിട്ട് കൈ വെച്ചോ. Again, draw a line to join the things that go together. അതിനോട് ചേർന്ന് വരുന്നത് എന്താണ്? ലൈൻസ് കൊണ്ട് യോജിപ്പിക്കണം. ഫസ്റ്റ് കപ്പ്. ഫസ്റ്റ് എന്താണ്? കപ്പ്. കപ്പിന്റെ പേര് ഏതാണ്? സോസർ. കപ്പിന്റെ പേര് സോസർ. കപ്പിൽ നിന്ന് സോസറിലേക്ക് ലൈൻ കൊടുക്കണം. കപ്പ്, സോസർ. നെക്സ്റ്റ് ബ്രെഡ്, ബട്ടർ. ബ്രെഡിൽ നിന്നും ലൈൻ എന്തിലോട്ട് വരണം? ബട്ടറിലോട്ട്. കപ്പ്, സോസർ, ബ്രെഡ്, ബട്ടർ. കപ്പ്, സോസർ, ബ്രെഡ്, ബട്ടർ. നെക്സ്റ്റ് ബാറ്റ്, ബോൾ. ബാറ്റിന് എന്തിലോട്ട് കൊടുക്കണം? ബോളിലോട്ട്. ബാറ്റ്, ബോൾ. നീഡിൽ, ത്രെഡ്. സൂചി, നൂലെന്ന് പറയത്തില്ലേ, അതുപോലെ നീഡിൽ, ത്രെഡ്. നീഡിൽ, ത്രെഡ്. ടേബിൾ, ചെയർ.
butter, bat, ball. ചെയ്യാനുള്ളത് ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ പറയുന്നത്. Needle, thread, needle, thread, table, chair, shoes, socks. Table, chair, shoe, socks. ഒന്നുകൂടെ നോക്കിക്കേത്. cup, saucer, bread, butter, bat, ball, needle, thread, table, chair, shoes, socks. Next നോക്കിയേ, നമ്മുടെ വർക്ക്ഷീറ്റ് പേജ് നമ്പർ 29. വർക്ക്ഷീറ്റ് പേജ് നമ്പർ 29. അവിടെ നോക്കിക്കേ, ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ബെഞ്ച്. ബെഞ്ചിന്റെ പേര് നോക്കണം, ഡെസ്ക് ഏതാണ്. നെക്സ്റ്റ് കീ. കീയുടെ പേര് ഏതാണ്? അതിലോട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ബാറ്റ്. ബാറ്റിന്റെ പേര് ഏതാണോ അതിലേക്ക് ലൈൻസ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ടേബിൾ. ടേബിളിന്റെ പേരിൽ ലൈൻ കൊടുക്കുക. നെക്സ്റ്റ് പെൻസിൽ. പെൻസിലിന്റെ പേരറിയാലോ. നെക്സ്റ്റ് ബെഡ്. ബെഡ്. നെക്സ്റ്റ് പിക്ചർ ഡോർ. Then sun. Last one bread. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ പേഴ്സ് നമ്മളിപ്പോ പഠിച്ചു. അതിന് ഓരോ പിക്ചേഴ്സും നോക്കിയിട്ട് അതിന്റെ പേഴ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം എന്ത് വേണം? തനിയെ കേട്ടോ, പേരൻസിന്റെ ഹെൽപ്പൊന്നും വേണ്ട. തനിയെ എന്ത് വേണം? അതെല്ലാം ഒന്ന് ചെയ്യണം കേട്ടോ. ലൈൻസ് ഇടാനല്ലേ ഉള്ളൂ, അതെല്ലാം തനിയെ ചെയ്ത് നോക്കുക. പിന്നെ ഇംഗ്ലീഷിൽ നമ്മൾ അതിന് മുമ്പ് പഠിച്ചേക്ക് ഓർമ്മയുണ്ടോ? എന്താണ്? ദിസും ദാറ്റും ഈസ് ഓൺ അതൊക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ദിസും ദാറ്റും എങ്ങനെയാ ചേർക്കുന്നത്? ദിസും ദാറ്റും സിംഗുലർ ഒബ്ജക്റ്റ് അടുത്താണെങ്കിൽ ദിസും, സിംഗുലർ ഒബ്ജക്റ്റ് ദൂരെയാണെങ്കിൽ എന്ത്? ദാറ്റും ചേർക്കും അല്ലെ? ദിസും ദാറ്റും നമ്മൾ അങ്ങനെയല്ലേ ചേർക്കുന്നത്? എങ്ങനെയാ? സിംഗുലർ ഒബ്ജക്റ്റ് അടുത്താണെങ്കിൽ ദിസും, പിന്നെയോ സിംഗുലർ ഒബ്ജക്റ്റ് ദൂരെയാണെങ്കിൽ ദാറ്റും ചേർക്കും. അത് കണക്കിന് ദീസും ദോസും. ദീസും ദോസും എന്താണ്? പ്ലൂറൽ ഒബ്ജക്റ്റ് അല്ലെ? ഒന്നിൽ കൂടുതൽ, ഒന്നിലല്ല രണ്ടിൽ കൂടുതൽ, രണ്ടോ അതിലധികമോ ഒബ്ജക്റ്റ് അടുത്താണെങ്കിൽ ദീസും, ദൂരെയാണെങ്കിൽ ദോസും. അടുത്താണെങ്കിൽ ദീസ്, ദൂരെയാണെങ്കിൽ ദോസ്. പിന്നെ അതുപോലെ നമ്മൾ എന്താണ്? പൊസിഷൻ വേർഡ്സ് അല്ലെ? പൊസിഷൻ വേർഡ്സ് എന്തൊക്കെയായിരുന്നു? ഇൻ. ഇൻ മീൻസ് സറൗണ്ട്ലി. ഇൻ മീൻസ് അകത്ത്. ഓൺ മീൻസ് പുറത്ത് അല്ലെങ്കിൽ മുകളിൽ. അണ്ടർ അടിയിൽ. ബിഹൈൻഡ് പിന്നിൽ. നിയർ അരികിൽ. എബോവ് അതിനു മുകളിൽ. ബെറ്റ്വീൻ ഇടയിൽ. ഡിസൈഡ് അടുത്ത്. ഇൻ ഫ്രണ്ട് ഓഫ് മുന്നിൽ. അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് വേർഡ്സ് ഒക്കെ ചെയ്തിരുന്നു അല്ലെ? സെന്റൻസ് ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ എന്താണ്? സൗണ്ട്സുകൾ അല്ലെ? നമ്മള് 2 ലെറ്റേഴ്സിന്റെ എന്താണ്? കോൺസണൻസ് കമ്പൈൻ ചെയ്ത് വരുന്ന സൗണ്ടുകളും വവൽസും കോൺസണൻസും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന സൗണ്ട്സുകളെല്ലാം നമ്മൾ നോക്കിയിരുന്നു. അതെല്ലാം എന്ത് വേണം? നല്ലതുപോലെ കിട്ടിയിരുന്ന് ഇതെല്ലാം ഒന്നെടുത്ത് റീഡ് ചെയ്ത് നോക്കണം. അതുപോലെ ടീച്ചർ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ മലയാളം ഇപ്പൊ പഠിക്കുന്നതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് എന്ത് വേണം? പഠിച്ചു കഴിഞ്ഞോ എന്ന് പറഞ്ഞു വെച്ചിരിക്കില്ല. സമയം കിട്ടുമ്പോഴെല്ലാം സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ ഇതെല്ലാം എന്ത് വേണം? സമയം കിട്ടുമ്പോഴെല്ലാം ഇതെല്ലാം അടുത്തൊന്ന് റീഡ് ചെയ്ത് നോക്കണം. നെക്സ്റ്റ് അതുപോലെ തന്നെ എന്താണ്? ഇനി നമുക്ക് എന്ത് വേണം? കർസീവിന്റെ ക്യാപിറ്റൽ നോക്കാം കേട്ടോ. ഇംഗ്ലീഷ് ഇപ്പൊ അത്രയും മതി, പേഴ്സ് മതി, അതൊന്ന് നോക്കാം.
കർസീവിന്റെ ക്യാപിറ്റൽ നമ്മൾ എവിടെ വരെ പഠിച്ചു നിർത്തിയത്? എസ് വരല്ലേ? ക്യാപിറ്റൽ ലെറ്റേഴ്സ് എസ് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത്. എസ് വരെ എല്ലാവരും നല്ലോണം അറിയാമോ? നമുക്കൊന്ന് എഴുതി നോക്കാം. കർസീവിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. A says R, B says B, C says G, D says D, E says A, F says F, G says G, H says H, I says E, J says J, K says K, L says L, M says M, N says N, O says O, P says P, Q says Q, R says R, S says S, S says S. Next, S T, T says T, T for tree, T says T. ഇങ്ങനെ മാത്രം മതി. 4 ലൈൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യത്തെ 3 ലൈനിൽ ടച്ച് ചെയ്ത് നിന്നാൽ മതി കേട്ടോ. ആദ്യത്തെ 3 ലൈനിൽ ടച്ച് ചെയ്ത് T says tree, sorry, T says T for tree, T says T for tree. Okay, T എഴുതുന്നുണ്ടോ? ഇങ്ങനെ വളച്ച് കൊടുത്ത് T കണ്ടോ എല്ലാവരും? ഓക്കെ, നമ്മൾ ഇത് എങ്ങനെ എഴുതുന്നത് അറിയാലോ? ആ നോട്ട്ബുക്കിൽ 1 പേജും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 1 പേജും എഴുതണം. നോട്ട്ബുക്കിലും ടെക്സ്റ്റ് ബുക്കിലും 1 പേജ് വെച്ചിട്ട് എഴുതിയിട്ട് വേണം ടീച്ചറിന് സെൻഡ് ചെയ്ത് തരാൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് GK നോക്കാം. GK സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കഴിഞ്ഞ ഈ ടൈമിൽ നമ്മൾ ആദ്യം പഠിച്ച GK ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം ആയില്ലേ ആദ്യം മുതൽ GK ഒന്ന് നോക്കിയിട്ട്. ഓക്കെ, ഫസ്റ്റ്, which is called the brain of computer? Which is called the brain of computer? എന്താണ് ആൻസർ? ആൻസർ CPU. Which is called the brain of computer? CPU. Which is the green color bird? Which is the green color bird? Parrot. Which is our state festival? Which is our state festival? Onam. Which insect made disease? Which insect made disease? Housefly. Who drives train? Who drives train? Loco pilot. What is the color of an apple? Red.
What is the color of an apple? Red. Who wrote Janagana Mana? Who wrote Janagana Mana? Rabindranath Tagore. Which is your country name? Which is your country name? India. Next, who wrote the Mahabharata? Vyasa. Who wrote the Mahabharata? Vyasa. Next, Indian states and their agricultural products. Like, ഓരോ സ്റ്റേറ്റ്സും അതിന്റെ അഗ്രികൾച്ചർ പ്രോഡക്ട്സും ഏതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് കേരള. കേരള കോക്കനട്ട്, തമിഴ്നാട് വെജിറ്റബിൾ, കർണാടക കോഫി, ആസാം ടീ, കാശ്മീർ ഓറഞ്ച്, ഉത്തർപ്രദേശ് പൊട്ടറ്റോസ്, ആന്ധ്രാപ്രദേശ് പാഡി, പഞ്ചാബ് വീറ്റ്, ഗുജറാത്ത് കോട്ടൺ, ഒറീസ മസ്റ്റാർഡ്. Next, which animal is known as the ship of desert? Which animal is known as the ship of desert? Camel. Which is the most sensitive organ in our body? Which is the most sensitive organ in our body? Skin. Which is the largest country in the world? Russia. Which is the largest country in the world? Russia. Which fruit contain lots of water? Which fruit contain lots of water? Coconut. Which bird sleep in the day and awakes at night? Owl. Who does control the traffic? Traffic police. Which bird lays the largest egg? Ostrich. Which mode of transport run on track? Train. Okay. Next, നമുക്ക് ഇന്ന് 3 question ആണ് GK ഉള്ളത്. Question number 1. During which festival does Santa comes to visit? Santa comes to visit. Santa വരുന്നത് ഏത് ഫെസ്റ്റിവലാണ്? ടീച്ചർ പറഞ്ഞു എന്തായിരുന്നല്ലോ നമ്മൾ പ്രീവിയസ് പഠിച്ചപ്പോൾ? സാന്താ ക്ലോസ് വരില്ലേ? സാന്താ ക്ലോസ് വരില്ലേ? അത് ഏത് ഫെസ്റ്റിവലാണ്? ക്രിസ്മസ്. During which festival does Santa comes to visit? Christmas. Next, a model of the earth. A model of the earth. Globe. നമ്മൾ ടീച്ചർ EVS പഠിപ്പിച്ചായിരുന്നല്ലോ എർത്ത്. എർത്തിന്റെ ഒരു മോഡലാണ് എന്ത്? ഗ്ലോബ്. എർത്തിന്റെ മോഡൽ എന്താണ്? ഗ്ലോബ്. നിങ്ങൾ വീട്ടിലെ ഗ്ലോബ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. നമ്മുടെ എർത്ത് അതുപോലാണ് ഇരിക്കുന്നത്. അതിന്റെ മോഡലാണ് എന്താ? ഗ്ലോബ്. എർത്തിന്റെ മോഡൽ എന്താണ്? Globe. A model of the earth. Globe. Next, when we go to sleep, we say. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് നമ്മൾ എന്ത് പറയും എല്ലാവരോടും? When we go to sleep, we say good night. എന്ത് പറയും? Good night. ഇന്നു മുതൽ എല്ലാവരും ചെയ്യില്ലേ? ഇന്നു മുതൽ എല്ലാവരും എന്ത് വേണം? ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ പാരന്റ്സിനും ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും എന്ത് പറയണം? ഗുഡ് നൈറ്റ് പറയണം. അതുപോലെ തന്നെ രാവിലെ എന്ത് പറയണം? ഗുഡ് മോർണിംഗും പറയണം കേട്ടോ. രാവിലെ നമ്മുടെ വീട്ടിലുള്ളവരും നമ്മൾ ആരെ കണ്ടാലും എന്ത് പറയണം? രാവിലെ നമ്മളവരെ വിഷ് ചെയ്യണം. നമ്മൾ മോർണിംഗിൽ ആരെ കണ്ടാലും നമ്മൾ ആദ്യം വിഷ് ചെയ്യില്ലേ അവരെ? അത് ടീച്ചേഴ്സിനെ ആയാലും പേരൻസിനെ ആയാലും ആരെ ആയാലും എന്ത് ചെയ്യണം? ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ വിഷ് ചെയ്യും. അതുപോലെ തന്നെ രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന ടൈമിൽ എല്ലാവർക്കും ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് വേണം പോകാൻ കേട്ടോ. ഇനി ചെയ്യൂ എല്ലാവരും ഇതുപോലെ. ഓക്കെ, നമുക്കങ്ങനെ ഇന്നത്തെ
3 questions ഏതാണ്? During which festival does Santa comes to visit Christmas? A model of the earth, globe. When we go to sleep, we say good night. Once more. During which festival does Santa comes to visit Christmas? A model of the earth, globe. When we go to sleep, we say good night. Okay, adile GK questions ellam nalladupole padichu vechirikana ketto ellarum. Okay, namukini Friday class alleyo andre namukku coloring undallo. Coloring nokike. Color the watermelon neatly. Take some black buttons and press them to make seeds and shown in the complete picture. ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ വാട്ടർമെലന്റെ സീഡ്സ് ഉണ്ടല്ലോ, സീഡ്സിന് എന്താണ് ബ്ലാക്ക് ബട്ടൺസ് അല്ലേ, ബ്ലാക്ക് ബട്ടൺസ് കൊടുക്കാനാണ്. നമ്മുടെ കയ്യിൽ ബട്ടൺസ് ഇല്ല എങ്കിൽ എന്ത് വേണം, കളർ കൊടുത്താൽ മതി കേട്ടോ. എല്ലാവരുടെയും ഇപ്പൊ ബട്ടൺസ് എടുക്കാൻ കാണില്ലല്ലോ, എല്ലാവരുടെയും കാണോ ബട്ടൺസ് എടുക്കാൻ? ഇല്ലല്ലോ. അന്നേരം എന്ത് വേണം, എടുക്കാനുള്ളവർ കേട്ടോ ബട്ടൺസ് ഉള്ളവർ എന്ത് വേണം, ബട്ടൺസ് തന്നെ പേസ്റ്റ് ചെയ്യുക. അല്ലാത്തവര് ബ്ലാക്ക് കളർ കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അന്നേരം ആ വാട്ടർമെലൺ ഒന്ന് നല്ല ഭംഗിയായിട്ട് നീറ്റായിട്ട് ടീച്ചറിനെ അടിച്ച് കംപ്ലീറ്റ് ചെയ്ത് തരണം. അതുപോലെ തന്നെ എന്താണ്, കളർ ദി ഡോൾഫിൻ നീറ്റ്ലി. ഈ ഡോൾഫിൻ കേട്ടോ, ഈ വാട്ടർമെലനും ഈ ഡോൾഫിനും എന്ത് ചെയ്യണം, നല്ലതുപോലെ കളർ ചെയ്ത് അയച്ചു തരണം കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഇന്ന് എന്തെല്ലാമാണ് പഠിച്ചത്? ഫെസ്റ്റിവൽസ് പഠിച്ചു. ഈ ബേസിൽ ഏതൊക്കെ ഫെസ്റ്റിവൽസ് ആയിരുന്നോ? ദിവാലി, ഈദ്, ക്രിസ്മസ്, ഹോളി. ദിവാലി, ഈദ്, ക്രിസ്മസ്, ഹോളി. പിന്നെയോ ഇംഗ്ലീഷില് പെയർസ് അല്ലെ, വേർഡ്സ് പെയർസ് പഠിച്ചു. പിന്നെ കർസീവിന്റെ ക്യാപിറ്റൽ ലെറ്റർ TUR, പിന്നെ GT. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ പഠിച്ചു നോക്കുക. ടീച്ചർ റിവ്യൂവിന് ചോദിക്കുന്ന സമയത്ത് എല്ലാവർക്കും നല്ലതുപോലെ ടീച്ചറിനെ ആൻസർ ചെയ്യാൻ വേണ്ടി. ഓക്കെ ചിൽഡ്രൻ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.